ഇനി മതി. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞങ്ങൾ ഓരോരുത്തരും കളി കാണാൻ എത്തുന്നത് ഇത്രയും പൈസയും ടൈമും എല്ലാം സ്പെൻഡ് ചെയ്താണ്. നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ വലുതായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഫുട്ബോളെങ്കിലും കളിക്ക്, മര്യാദയ്ക്ക് ഫുട്ബോളെങ്കിലും കളിക്ക് എന്ന് മന്നപ്പട ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുമ്പോൾ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും ആ ഒരു മനസ്സിലുള്ളത് തന്നെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഓരോ മത്സരത്തിനും കാണാനിരിക്കുന്നതും സ്റ്റേഡിയത്തിൽ പോകുന്നതുമായ ആരാധകർക്ക് ഈ ക്ലബ്ബ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റത്തെ മുറിവുണങ്ങാത്ത ട്രോമ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അതിനോടാണ് പറയുന്നത്, മിസ്റ്റർ അഭിക് ചാറ്റർജി, വേണ്ടത് സാരോപദേശമോ എസ്സേ റൈറ്റിങ്ങോ അല്ല, വേണ്ടത് ഈ ക്ലബിനെ രക്ഷിക്കാനുള്ള നടപടികളാണ്, ഈ ക്ലബിനെ രക്ഷിക്കാനുള്ള ആക്ഷൻ പ്ലാനാണ് വേണ്ടത്. അതൊന്നുമില്ലാതെ ഇങ്ങനെ അയ്യോ വന്ന് മെഴുകാൻ ഇങ്ങനെ ഊളനായങ്ങൾ പറയാൻ ആർക്കും പറ്റും സാറേ എന്നാണ് മന്നപ്പട ആ സ്റ്റേറ്റ്മെന്റിലൂടെ പറയാതെ പറയുന്നത്. പിന്നെ ഇത്രയെല്ലാം സ്ട്രഗിൾ ചെയ്താണ് ഓരോ ആരാധകനും സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. അത് 2014 സച്ചിൻ ടെണ്ടുൽക്കർ ഈ ടീമിനെ സമ്മാനിച്ചതിന് ശേഷം ഒരുപാട് അപമാനങ്ങളും ഒരുപാട് പുച്ഛങ്ങളും ഒരുപാട് പരിഹാസങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും ഈ ടീമിനെ കൈവിട്ടിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ അതായത് രണ്ടാമത്തെ മത്സരത്തിൽ 16,000 സ്റ്റേഡിയം അറ്റൻഡൻസ്. അത് തെളിയിക്കുന്നത് ഒന്ന് മാത്രമാണ്, ഇനിയും ഒരു അടുപ്പിച്ച് 3 മാച്ചെങ്കിലും ജയിച്ചാൽ ഈ ഉറപ്പായും സ്റ്റേഡിയത്തിന്റെ ഗാലറികൾ നിറഞ്ഞു തന്നെ ഇരിക്കും. അത്രമേൽ സ്ട്രഗിൾ ചെയ്തെത്തുന്നത് ഈ ടീം, ഈ ആരാധകർ അത്രമേൽ ഇമോഷണലി കണക്റ്റഡ് ആണ് ഈ ക്ലബ്ബുമായി. മാനേജ്മെന്റ് നിങ്ങളോടാണ്, ക്ലബിനോടുള്ള ഈ ആരാധകർക്ക് ദേഷ്യം അത്രയും രോഷപ്പെടുന്നുണ്ടെങ്കിൽ സാറേ അത് സങ്കടത്തിൽ പറയുന്നത് ആണ്, അല്ലാതെ ബഹുമാനക്കുറവല്ല. ഈ ഇത്രമേൽ ഇമോഷണലി കണക്റ്റഡ് ആയ ഈ ആരാധകരുടെ ഇമോഷൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല, മറ്റൊരു തേങ്ങയുമല്ല. നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ സീസണിൽ പ്രതിഷേധിച്ച ആരാധകരോട് ഒരു ക്ലബിന്റെ സിഇഒയുടെ അൺപാർലമെന്ററി വർത്താനം, എന്താ പറയുക, ഇത് ആരാധകർ ട്രോഫിയിൽ ഒബ്സസ്ഡ് ആകരുതെന്ന്. പിന്നെ എന്തിനാണ് സാർ ഒബ്സസ്ഡ് ആകേണ്ടത്? എന്താണ് ഒരു ക്ലബിന്റെ ഫാൻസ് എന്ന രീതിയിൽ ട്രോഫിയാണ് അവരുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. എന്നിട്ട് മന്നപ്പട അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷത്തെ പ്രതിഷേധം ഇങ്ങനെ ഇതാക്കാൻ ശ്രമിച്ചു, പോലീസിനെ ഉപയോഗിച്ച് സപ്രസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന്. നാണം ഉണ്ടോ എന്ന് ചോദിക്കാനുള്ളൂ. കാരണം ഉളുപ്പ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? കാരണം ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ നിലനിർത്തുന്നത് അതിന്റെ ആരാധകരാണ്. നിങ്ങൾ എത്രമേൽ ആരാധകർ ഇനി തള്ളിക്കയറ്റിയാലും ഈ ക്ലബിന്റെ ആ ഒരു ലോയൽ ഫാൻസ് ആണ് ഈ ക്ലബിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, അല്ലാതെ മറ്റാരുമല്ല. ആരാധകരില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് എന്നത് വട്ടപൂജ്യമാണ്. പിന്നെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു പരിശീലകനെ കൊണ്ടുവന്ന്, ഇവാന്റെ ഫസ്റ്റ് സീസൺ അതില്ലായിരുന്നു. ഫൈനലിലെത്തി ഗോവയിൽ നമ്മൾ തോറ്റു മടങ്ങുമ്പോൾ ചില ആരാധകർ വിചാരിച്ചു കാണും അടുത്ത സീസണിൽ നമ്മൾ തിരിച്ചു വരും, കപ്പടിക്കുമെന്ന്. എന്നാൽ ആ ആരാധകരുടെ നടുവിലേക്ക് ആ ഒരു ആശാന്റെ കോർ ടീമിനെ പുറത്താക്കിക്കൊണ്ട് ഇന്നാ പിടിച്ചോ, ഇത് കൊണ്ട് പോകുന്നെങ്കിൽ പോയാ മതി എന്ന് പറഞ്ഞ മാനേജ്മെന്റിന്റെ നെറികെട്ട നിലപാട് അത് മൈക്കിൾ ചാറയോടും ഉണ്ടായിരുന്നു. എന്നിട്ട് പരിശീലകനെ ബലിമൃഗമാക്കുന്ന അങ്ങേയറ്റത്തെ എന്താ പറയുക വൃത്തിയിട്ട നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇമോഷൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ, അതായത് ഒരു താരത്തെ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ കൊണ്ടുവന്ന് ആ താരത്തെ വളർത്തിയെടുത്ത് ഇറച്ചിക്കോഴികളെ പോലെ തൂക്കി വെക്കുന്ന ഒരു നിലപാടാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എടുക്കുന്നത്. എന്നിട്ട് അതിനോടാണ് ഈ ആരാധകർ ദേഷിക്കുന്നത്, അല്ലാതെ ക്ലബിനോടല്ല. ക്ലബാണ് ഞങ്ങൾക്കെല്ലാം, ക്ലബാണ് ഓരോ ആരാധകനും എല്ലാം. ക്ലബ്ബ് നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ മാനേജ്മെന്റിന്റെ നെറികേട് ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും സാർ. കാരണം ഈ ക്ലബിനെ വളർത്തിയതും ഈ ക്ലബിനെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നതും ഈ ആരാധകർ തന്നെയാണ്. എന്നിട്ട് ആ പരിശീലകനെ ബലിമൃഗമാക്കും. ഞാൻ കാണിച്ചോട്ടെ, നമ്മുടെ വിദേശ താരങ്ങളെല്ലാം ഓക്കെ പോയി, അൺസർട്ടനിറ്റി, AIFFന്റെ അപരാധങ്ങൾ കാരണം അൺസർട്ടനിറ്റി എന്ന വാക്കിന്റെ പരമാവധി കണ്ടു. അഭിക് ചാറ്റർജി, അഭിത്തംബ്ര വന്ന് പറയുന്നുണ്ടല്ലോ, അയ്യോ അൺസർട്ടനിറ്റി ആയിരുന്നേ, അയ്യോ ഈ ക്ലബിനെ അടച്ചുപൂട്ടാതെ വേറെ വഴിയില്ല എന്നൊക്കെ, അടച്ചുപൂട്ടലിനെ പറ്റി ചിന്തിച്ചു വരുന്ന എന്നൊക്കെ നാണമുണ്ടോ വന്നിരുന്ന് പറയാൻ? അപ്പൊ മറ്റ് ക്ലബുകൾക്ക് ഈ അൺസർട്ടനിറ്റി ബാധകമല്ലേ?
സിറ്റി ഗ്രൂപ്പ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ചിട്ട് മുംബൈ സിറ്റി എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ജോൺ അബ്രഹാം എന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പാഷൻ ഒന്നുകൊണ്ട് മാത്രം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല സാർ, വലുതായിട്ട് സ്പോൺസർഷിപ്പുകളൊന്നും ഇല്ല, നമ്മളെ പോലെ വലുതായിട്ട് സ്റ്റേഡിയം റവന്യൂ ഒന്നും ഇല്ല, ടിക്കറ്റ് ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ള നമ്മുടെ സ്റ്റേഡിയത്തിലാണ്. അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു വിഷൻ ആയിട്ട് മുന്നോട്ട് പോയി മന്ദർത്താനെ എന്ന സിഒ എത്തിച്ച് ആ ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോയി ക്ലബ് ഇന്ന് സക്സസ്ഫുൾ ആണ്. ഒരു ട്രോഫി പോലും ഇല്ല. 11 വർഷമായി ഏഷ്യയിലെ ഏറ്റവും വലിയ ആരാധക കൂട്ടമുള്ള ഒരു ക്ലബിന് ട്രോഫി പോലും ഇല്ലെങ്കിൽ സാറേ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് നിങ്ങൾക്കെല്ലാം, അല്ലാതെ അതിനോട് ഒന്നും തന്നെ പറയാനില്ല. മറ്റ് ക്ലബുകൾക്ക് ഈ അൺസർട്ടനിറ്റി ഒന്നും ബാധകമല്ലല്ലോ. മറ്റ് സീസണുകൾ ശരിയാണ് ഒരു പ്രതീക്ഷകളും ഇല്ലാതെയാണ് ഇറങ്ങിയത്, മറ്റ് സീസണുകളിൽ പ്രതീക്ഷകളില്ലാത്ത സമയം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അന്ന് തിരിച്ചു വരും എന്നൊരു ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സീസണിൽ എന്താണ് നമുക്കുള്ളത്? ഒരു എന്താ പറയുക, ഒരു അധികം കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടീമാണോ നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്? ഇനി ന്യായീകരണ തൊഴിലാളികളോടാണ്. അവിടെ വീഴുന്ന ഓരോ മനുഷ്യരുടെ, അതായത് കൊച്ചി സ്റ്റേഡിയത്തിൽ വീഴുന്ന ഓരോ മനുഷ്യരുടെയും കണ്ണീർ തളം കെട്ടി കിടക്കുന്നില്ലേ? അവിടെ ഗോലിസോടെ ഒഴിച്ചിട്ട് ആ ഗോലിസോടെ എടുത്ത് കുടിക്കണം, പവർ വരട്ടെ ന്യായീകരിക്കാൻ വേണ്ടി. കൊച്ചി സ്റ്റേഡിയത്തിൽ എത്തുന്നത് ബാംഗ്ലൂരിലും ഗോവയിലും കൊൽക്കത്തയിലും എത്തുന്നത് അത്രയും സ്ട്രഗിളുകൾ സഹിച്ചാണ്. പൈസ മുടക്കി, എഫേർട്ട് എല്ലാം ചെയ്ത്, അതേപോലെ തന്നെ ട്രെയിനിലും ബസ്സിലും കയറി, കടം വാങ്ങിച്ച പൈസയുമായി എല്ലാം കയറി, സ്റ്റേഷനിൽ ഉറങ്ങി, വെള്ളച്ചാട്ടം, നമ്മുടെ പുതിയ സ്പോൺസർ സമ്മാനിച്ച വെള്ളച്ചാട്ടം എല്ലാം സഹിച്ച് സ്റ്റേഡിയത്തിൽ എത്തുന്നത് ചിലപ്പോൾ VIP സ്റ്റാൻഡിൽ ഇരിക്കുന്നവർക്ക്, ചിലപ്പോൾ എന്താ പറയുക ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക്, 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് അത് പറയുമ്പോൾ മനസ്സിലായെന്ന് വരില്ല. എന്തായാലും കഷ്ടം തന്നെയാണ്. കഴിവില്ലെങ്കിൽ ഇറങ്ങി പോണം മിസ്റ്റർ, അത്രേ പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞത് ഫ്രസ്ട്രേഷന്റെ പുറത്താണ് ഗൈസ്. നിങ്ങളുടെ ഫ്രസ്ട്രേഷനും കമന്റ് ചെയ്യും. ബൈ.